ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങൾക്കും വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് ഏകപക്ഷീയമായിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വലിയ രീതിയിൽ തന്നെ ഇസ്രായേലിനോട് ഒരു ചൊറിച്ചിലുള്ള രാജ്യം അത് ഇറാൻ തന്നെയാണ് എന്നുള്ളതിൽ ഒരു രീതിയിലുമുള്ള സംശയമില്ലാതെ തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും. ആ ചൊറിച്ചിലിന്റെ യഥാർത്ഥത്തിലുള്ള ഫലം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാന് ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ അപകടം പേജർ ആക്രമണം പോലെ അതിന് സമാനമായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പേജർ, ലാപ്ടോപ്പ്, അതോടൊപ്പം തന്നെ പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും പൊട്ടിത്തെറിച്ചുകൊണ്ട് ലെബനോനിൽ ഹിസ്ബുള്ളയുടെ ഭീകരന്മാര് കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഇതിന് പിറകിൽ പ്രവർത്തിച്ചത് ഇസ്രായേൽ തന്നെയാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ലെബനോനും ഇറാനും എല്ലാ ലോകത്തിലുള്ള മുഴുവൻ രാഷ്ട്രങ്ങളും. അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഒരു ആക്രമണം ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഇറാന്റെ പ്രസിഡന്റിന് നേരെ ഉണ്ടായിരുന്നു. അതിന്റെ യഥാർത്ഥത്തിലുള്ള തെളിവുകൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ തെളിവുകൾ വൈകാതെ തന്നെ ഞങ്ങൾ പുറത്തുവിടും. ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചത് ഇസ്രായേൽ ആണ് എന്നുള്ളത് ഇറാന്റെ പാർലമെന്റ് അംഗമായിട്ടുള്ള അഹമ്മദ് ബാഗ്ഷൈസ് അർദസ്താനി ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം എത്രത്തോളം വലിയ രീതിയിൽ ഇസ്രായേലിനെ ചൊറിയാൻ ചെന്നുവോ അതിനുള്ള തക്കതായിട്ടുള്ള മറുപടി തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അവർക്കെതിരെ ഉണ്ടായത്. ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക തലവന്മാരെയും അതോടൊപ്പം തന്നെ അവരുടെ വലിയ രീതിയിൽ തന്നെ ആണവ ശാസ്ത്രജ്ഞന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് മുഴുവൻ ഞങ്ങൾ എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും ഒരു ഭയമായിട്ട് വളർന്നു വരുന്ന ഒരു രാഷ്ട്രമാണെന്നുള്ള രീതിയിലേക്ക് വലിയ രീതിയിൽ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് നിലനിന്നിരുന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, ഇതിൽ ഏകദേശം 40-ൽ പരം ആളുകളെയാണ് ഇസ്രായേൽ പല ഘട്ടങ്ങളിലായിട്ട് കൊലപ്പെടുത്തിയത്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ ചാര സംഘടനയായിട്ടുള്ള മൊസാദ് തന്നെയാണ് എന്നുള്ള തെളിവുകൾ പലപ്പോഴായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. മൊസാദ് എങ്ങനെയാണോ ഇതുപോലെ ഇസ്രായേലിന് ഭാവിയിൽ എതിരാളികളാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇസ്രായേലിന് ഭീഷണിയാകാൻ സാധ്യതയുള്ള മുഴുവൻ ആളുകളെയും നിരന്തരമായിട്ട് കൊലപ്പെടുത്തുക എന്നുള്ള ഒരു നയം അവർ അവരുടെ സുരക്ഷിതത്വ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇതുപോലെ മൊസാദിന്റെ ഒരു കൃത്യമായിട്ടുള്ള ആസൂത്രണം തന്നെയായിരുന്നു ഇറാന്റെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു വിഷയം എന്നുള്ള രീതിയിലേക്കുള്ള തെളിവുകളാണ് ഇപ്പോൾ അഹമ്മദ് ബക്ഷൈസ് അർദസ്താനി പുറത്തുവിടുന്നത്. ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ലെബനോനിൽ മാത്രമല്ല ഈ പേജർ, വിക്കിടോക്ക് പോലെയുള്ള പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് ആശയവിനിമയ ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഭീകരർ മരിച്ചിരിക്കുന്നത്. അത് ഇറാനിലും നിരവധി ആളുകൾ ഇതുപോലെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾക്ക് വ്യക്തമായിട്ടറിയാം. ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം റൈസി പല ഘട്ടങ്ങളിലായിട്ട് ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ആസൂത്രണങ്ങൾ നടത്തിയ ഒരു പ്രസിഡന്റ് തന്നെയായിരുന്നു. അവരുടെ ആത്മീയ നേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നിച്ചു ചേർന്ന് നിന്നിട്ടാണ് ഇതുപോലെയുള്ള പല കാര്യങ്ങൾക്കും അനുവാദം വാങ്ങിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള രാജ്യമായിട്ടുള്ള ലെബനോനിലും സിറിയയിലും അതോടൊപ്പം തന്നെ പാലസ്തീനിലടക്കമുള്ള ഹമാസും ഹിസ്ബുള്ളയടക്കമുള്ള ഭീകരവാദികൾക്ക് സാമ്പത്തികവും ആയുധവും നൽകി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നിരന്തരമായിട്ട് ഇവർ നടത്തിക്കൊണ്ടേയിരുന്നത്. അപ്പോൾ ഇത് ഇറാനാണ് ഇത് നടത്തിയത് അല്ലെങ്കിൽ ഇറാന്റെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ഒക്ടോബർ 7-ാം തീയതി 2023 നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ അന്ന് തന്നെ ഇത് പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ഹിസ്ബുള്ളക്കൊപ്പം അല്ലെങ്കിൽ ഹമാസിനൊപ്പം വലിയ രീതിയിൽ പങ്കാളിത്തമുള്ളത് ഇറാനാണെന്നും ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഒരു ദുരിതകാലമായിരിക്കും ഇനി വരാനിരിക്കുന്നത്. ഇത് അനുഭവിക്കാൻ
വേണ്ടി അവർ തയ്യാറായിക്കൊള്ളുക എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇറാനെതിരെ അന്ന് തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയവും അല്ലെങ്കിൽ ഭരണകൂടവും വ്യക്തമാക്കി പറഞ്ഞത്. കൂട്ടത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഞങ്ങളിപ്പോൾ യുദ്ധത്തിലാണ്, ഞങ്ങൾ ഇന്ന് ഇതിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. ചുറ്റിനുമുള്ള ശത്രുക്കളെ നശിപ്പിക്കുക, ഹമാസിന്റെ അവസാനത്തെ പ്രവർത്തകനെയും ഇല്ലായ്മ ചെയ്യുക, അതോടൊപ്പം ഹമാസിനെ പിന്തുണക്കുന്ന ഏത് രാജ്യമാണെങ്കിലും അവരെ പൂർണ്ണമായിട്ടും പ്രതിസന്ധിയിലാക്കുക, അവരിൽ നിന്ന് മുഴുവനും ഭീകരവാദ സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ലോകത്തിലുള്ള ഏക ജൂതരാഷ്ട്രമായിട്ടുള്ള ഇസ്രായേലിന് ഇവിടെ ഈ ഭൂമിയിൽ നിലനിൽപ്പുണ്ടാകില്ല. അതുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ഇതിനെതിരെ ഒരു പോരാട്ടം ഞങ്ങൾ നടത്തുമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രസ്താവന കൂടി നടത്തിയപ്പോൾ തന്നെ ലോകത്തിലെ ഇസ്രായേലിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന മുഴുവൻ രാജ്യങ്ങൾക്കും ഇതിൽ നിന്ന് വ്യക്തമായി ഇസ്രായേൽ യുദ്ധത്തിലാണെന്നും ഈ യുദ്ധത്തിൽ നിന്ന് അവർ ഈ അടുത്ത കാലത്തൊന്നും പിൻവാങ്ങില്ല എന്നുള്ളതും ബോധ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇറാനെ സംബന്ധിച്ച് അവർ ആ സമയത്ത് ഇതിനെല്ലാം ഒരു നിസാരവൽക്കരിച്ചുകൊണ്ട് കാണുന്ന ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഖാസിം സുലൈമാനിയെ പോലെയുള്ള ഇറാന്റെ പ്രധാനപ്പെട്ട മേജർ ജനറലിനെ ഒരു സമയത്തിലും ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ കൊലപ്പെടുത്തിയതോടൊപ്പം തന്നെ അവരുടെ സിറിയയിലുള്ള ഇതേ സമാന ചുമതലയിലിരിക്കുന്ന മേജർ ജനറലിനെ കൊലപ്പെടുത്തി മൊസാദ് നടത്തിയ ഒരു വലിയ ആക്രമണം 3 മാസങ്ങൾക്ക് മുന്നാണ് നടന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഇറാനെതിരെ ഘട്ടം ഘട്ടമായിട്ട് തിരിച്ചടികൾ ഇസ്രായേൽ ആരംഭിക്കുകയും ഇസ്രായേലിലേക്ക് 5000-ഓളം മിസൈലുകളും ഡ്രോണുകളും ഇതിനുശേഷം ഈ മേജർ ജനറലിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ വലിയ രീതിയിൽ തന്നെ തൊടുത്തുവിടുകയും ഇത് വലിയ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ അത് നശിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്ങനെയാണെങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ഇറാനെ പോലെയുള്ള രാജ്യങ്ങൾ എത്രത്തോളം വലിയ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചാലും ഇസ്രായേൽ അതിൽ 1% പോലും ഭയപ്പെടില്ല എന്നും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഭീകരവാദ സംഘടനകളെ സിറിയയിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും ലെബനിലാണെങ്കിലും അത് വെസ്റ്റ് ബാങ്കിലോ പാലസ്തീനിലോ ഏത് രാജ്യത്ത് നിന്നാണെങ്കിലും തങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് തകർത്തെറിയാൻ ശേഷിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും തങ്ങൾക്കുണ്ട് എന്നുള്ളത് ലോകത്തിന് മുന്നിൽ നിരന്തരമായിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലൂടെ ഇസ്രായേൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ബോംബുകൾ വീഴാത്ത ഒരു സ്ഥലവും ഇന്ന് പാലസ്തീനിലില്ല. അതേ സാഹചര്യത്തിലേക്ക് ലെബനെയും അതോടൊപ്പം തന്നെ ഇറാനെയും മാറ്റിമറിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടുപോകുന്നത്. ഭീകരവാദികളെ അവരുടെ മടയിൽ കയറിക്കൊണ്ട്, അവരുടെ തലവന്മാരുടെ മടയിൽ കയറിക്കൊണ്ട്, അവരുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളുടെ മടയിൽ കയറിക്കൊണ്ട്, അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മടയിൽ കയറിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും കയറി ഭീകരവാദികളുടെ അവസാനം തീർക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 1% പോലും ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഇറാനോ ലെബനനോ പാലസ്തീനോ ഇസ്രായേലിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുമുള്ള സംശയമില്ലാതെ തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കും.